സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ഒക്കെ സന്തോഷമുള്ള ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് സർക്കാരിലെ ബോണസ് ഉത്സവത്തെ സംബന്ധിച്ച് ഉത്തരവിറങ്ങി. പരമാവധി ബോണസ് 4500 രൂപയാണ്. ബോണസ് ഇല്ലാത്തവർക്ക് 1250 രൂപ മുതൽ 3000 രൂപ വരെ ഉത്സവ ബത്ത നൽകും. ആശാ വർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും 1450 രൂപ ഉത്സവ ബത്ത ലഭിക്കും. സലീം മാലിക് ചേരുന്നു. സലീമെ, ഇതിൽ എപ്പോൾ ഈ പണം, ഈ പറയുന്ന ഉത്സവ ബത്ത, ബോണസ് ഒക്കെ കൊടുത്തു തുടങ്ങും? ജോഷി, മറ്റന്നാൾ മുതൽ ഈ ഉത്സവ ബത്തയും ബോണസിൻ്റെയും വിതരണം തുടങ്ങും. അതിൻ്റെ ഉത്തരവ് ഇന്ന് രാവിലെ ഇറങ്ങി. നാളെയോടുകൂടി അത് ട്രഷറിയിൽ നിന്ന് ആ തുക റിലീസ് ചെയ്യും. പിന്നാലെ മറ്റന്നാൾ മുതൽ ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ ബോണസും ഉത്സവ ബത്തയും സർക്കാർ ജീവനക്കാർക്കും മറ്റുള്ളവർക്കുമായി ലഭിക്കും. നിലവിൽ 4500 രൂപയാണ് ഏറ്റവും കുറഞ്ഞ ഉത്സവ ബത്തയും ബോണസുമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4500-ന് മുകളിലോ അതിന് 4500 അതിന് മുകളിലോ ശമ്പളം വാങ്ങുന്നവർക്കാണ് 4500 ഉത്സവ ബത്ത നൽകുന്നത്. അതിന് താഴേക്ക് ശമ്പളം വാങ്ങുന്നവർക്ക് അത്ര തന്നെ തുക ഉത്സവ ബത്തയായും ബോണസായും ലഭിക്കും. ഒപ്പം തന്നെ ഇതിന് അർഹതയില്ലാത്തവർക്ക് 3000 രൂപയും അനുവദിച്ച് ഉത്തരവ് ഇട്ടിട്ടുണ്ട്. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബത്ത എന്ന നിലയിലായിരിക്കും 3000 രൂപ നൽകുക. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബത്തയായി 1250 രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ഉദ്യോഗസ്ഥർക്കും ഇതേ തുക തന്നെ ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, എല്ലാ സർക്കാർ ജീവനക്കാർക്കും 20000 രൂപയും പാർട്ട് ടൈം കണ്ടീജന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് അഡ്വാൻസായി 6000 രൂപയും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഓണം അത്യാവശ്യം സന്തോഷകരമാക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായി സർക്കാർ ഇപ്പോൾ ഈ ബോണസ് അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ 7 വർഷത്തിന് ശേഷം KSRTC ജീവനക്കാർക്ക് കൂടി ബോണസ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. അതിൻ്റെ വിതരണമാണ് ഓഗസ്റ്റ് 17 മുതൽ തുടങ്ങുക. ജോഷി, സലീമ, ഈ ബെഫ്കോയിലൊക്കെ എന്തുമാത്രം ബോണസ് ഉണ്ട്? സാധാരണഗതിയിൽ 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ ബോണസ് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയതുള്ള പ്രചാരം നടക്കാറുണ്ട്. ബെഫ്കോയിലടക്കം ബോണസൊക്കെ പ്രഖ്യാപിച്ചോ? ജോഷി, ബെഫ്കോയിലെ ബോണസ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ബെഫ്കോയിൽ ഒരു വലിയ തുകയായിരിക്കും ബോണസ് ഉണ്ടാവുക. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ബെഫ്കോയിലേതാണ് ഏറ്റവും റെക്കോർഡ് ബോണസ്. അത് ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിലെയോ സർക്കാർ സ്ഥാപനത്തിലെയോ ഒക്കെ ആയി ഒരു സംസ്ഥാനം നൽകുന്ന ഏറ്റവും ഉയർന്ന തുക ബോണസ് നൽകുന്നത് ബെഫ്കോയിലാണ്. ഇത്തവണ അത് ബെഫ്കോയിലേതായി പ്രത്യേകമായി പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റ് അതത് വകുപ്പുകളിലേത് പ്രഖ്യാപിച്ച് വരുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ ഇനി ബെഫ്കോയിലേക്ക് ആയിരിക്കും വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുക. അത് കഴിഞ്ഞ തവണത്തേതിൻ്റെ അത്രയും വലിയ തുക തന്നെ ഇത്തവണയും ബോണസ് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം ഏറ്റവും അധികം സംസ്ഥാനത്തിന് വരുമാനം കൊടുക്കുന്ന ഒരു മേഖലയാണ് ബെഫ്കോ. പ്രത്യേകിച്ചും ഓണം സീസണുകളിലെ ആ വരുമാനം, റെക്കോർഡ് തുക, സംസ്ഥാനത്തിൻ്റെ ആകെ നടത്തിപ്പിന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലുള്ള വരുമാനമാണ് ബെഫ്കോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ജീവനക്കാർക്ക് വലിയ തുക കഴിഞ്ഞ കാലങ്ങളിൽ ബോണസായി ലഭിച്ചിരുന്നത്. പക്ഷേ അതിൽ വിമർശനവും നേരിട്ടിരുന്നു. അത്രയധികം തുക, 1 ലക്ഷത്തിന് മുകളിലൊക്കെയാണ് ബെഫ്കോയിൽ ബോണസ് നൽകുന്നത്. ഇത്തവണയും എന്തായാലും ബോണസ് ഒരു വലിയ തുക തന്നെ ബോണസ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജോഷി, Big TV, without fear or favor.